ഹായ്, ഇപ്പോൾ ഞങ്ങളുള്ളത് നെടുമ്പാശ്ശേരിയുള്ള ഞങ്ങളുടെ എയർപോർട്ടിൻ്റെ അടുത്തുള്ള സൈറ്റിലാണ്. ഇപ്പോൾ ഇനി ലോഡ് കയറ്റിയിട്ട് ഇനി കോട്ടയം കുറുവിലങ്ങാട്ടോട്ട് നമുക്ക് എത്തണം. കുറുവിലങ്ങാട്ടിൽ നമുക്ക് ഓഫ് ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ നേരെ അടിച്ചിറയത്തെ സൈറ്റിലോട്ട് എത്തി. അടിച്ചിറയിലെ സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഹോട്ടലിലൊക്കെ റൂം എടുത്ത് നിൽക്കാറാണ് പതിവ്. പക്ഷേ ഇതെന്താ ഉണ്ടായിച്ചാൽ സമയം ഒരുപാട് ലേറ്റായി. അതായത് 1 മണി അടുത്തായി അവിടെ എത്തുമ്പോൾ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇന്ന് ഹോട്ടലിൽ റൂം എടുത്ത് കടന്നാലും രാവിലെ ഇത് കൊണ്ടുപോയിട്ട് ഓഫ് ലോഡ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ ഒരു കാര്യം തീരുമാനിച്ചു. ഇങ്ങനെ പലപ്പോഴായിട്ട് ഞങ്ങൾ ചെയ്യാറുണ്ട്, സൈറ്റിലും അതേപോലെ തന്നെ വണ്ടിയിലൊക്കെ കടക്കാറുണ്ട്. അതൊന്നും ആരും കാണിക്കലില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിലും നമ്മൾ ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ പഠിക്കണം, എന്നാലേ ഉള്ളൂ. കാരണം 1 മണിക്ക് നമ്മൾ ഹോട്ടൽ എടുത്തിട്ട് രാവിലെ 8 മണിക്ക് വെക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2500-3000 രൂപ നമുക്കത് കൊടുക്കണം. നല്ല സുഖമായിട്ട് നമ്മൾ അവിടെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ധനേഷ് ഫ്ലൈവുഡെല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് ഫാനടക്കം റൂമിൽ നിന്ന് കൊടുക്കുന്നത് സുഖം അടിപൊളി ഉറക്കരുതേ. വീട്ടിലത്തേക്കാളും നല്ല അടിപൊളിയായിട്ട് ഉണർന്നിട്ടാണ് ഇപ്പോൾ രാവിലെ അമ്മ ഫോൺ നോക്കണത്. എങ്ങനെ നല്ല സുഖം ഉണ്ടായിരുന്നില്ലേ? പ്രത്യേക ഒരു ഫീലുമാണ്. അത് കഴിഞ്ഞു പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കണതാണ് എവിടെ നിങ്ങളെ ഓഫീസ്. ഇതിപ്പോൾ കുറുവിലങ്ങാടാണ്. വീണ്ടും കുറുവിലങ്ങാട്ടിലെത്തി രാവിലെ നമ്മൾ ഓഫ് ലോഡ് അവർ ചെയ്തു. അമ്മൂൻ്റെ പണികൾ എടുക്കണം. നമ്മൾ ഓഫ് ലോഡിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അടുത്തത് എന്താ വേണ്ടത് വെച്ചാൽ ജാക്കി സ്പാന് കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കണം. അങ്ങനെ ഞാൻ എൻ്റെ പണിയായിട്ട് നടക്കണം. അപ്പോൾ മുന്നിൽ നല്ല അടിപൊളിയൊരു തോട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇന്നലെ ഹോട്ടലിലൊന്നല്ല, നമ്മൾ സൈറ്റിലാണ് കടന്നത്. കുളി കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല, പല്ലിയേപ്പ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. നല്ല ഒലിവുള്ള വെള്ളമാണ്. അപ്പോൾ എന്തായാലും കുളിക്കുക. എനിക്ക് നീന്തൽ അറിയാവുന്നതുകൊണ്ട് ഒഴുക്കൊന്നും പ്രശ്നമല്ല. പക്ഷെ അമ്മൂന് നീന്തലൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് ഇനി വീണ്ടും നമ്മൾ അടുത്ത സൈറ്റായ പള്ളിക്കത്തോട് 2 ദിവസം കഴിഞ്ഞാൽ ഹൗസ് ഫാമിംഗ് ആണ്. പക്ഷേ ഞങ്ങളിപ്പോൾ ഹൗസ് ഫാമിംഗ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റിങ് ചെയ്യണത്. കാരണം 2-3 ദിവസമായിട്ട് ഭയങ്കര തിരക്കായിരുന്നു. ഹൗസ് ഫാമിങ്ങിൻ്റെ തിരക്ക്. അതേപോലെ നമ്മളെ സൈറ്റുകളിൽ എല്ലാ സ്ഥലത്തേക്കും ഇപ്പോൾ ടിപ്പറിൽ നമ്മളാണ് മറ്റേ ഇത് ചെയ്യണം. ഡ്രൈവർ ഇറങ്ങിയ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെ പാടായിട്ട് രസമാണ്. ടിപ്പറിൽ നമുക്ക് 2 വണ്ടിയിൽ മാറി മാറി പോകുമ്പോൾ രണ്ടിന് വ്യത്യാസം അറിയാം. 2 ഫീലാണ്. ഒന്ന് നമ്മളത് EV ആണ് കാറ്. അത് EV ഓടിക്കണത് വേറൊരു മോഡല്. ടിപ്പറിലും രസമാണ്. പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് ബസ്സിന് പോയി. ഞാൻ ഈ സൂം ചെയ്ത് കാണിക്കണത് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ബ്രിക്സിൽ ചെയ്തതാണ്. അതായത് സിമെൻറ്റ് ബ്രിക്സിൽ. പക്ഷേ ഇത് മണൽ ഉപയോഗിച്ചിട്ട് പണ്ടത്തെ കാലത്ത് നിർമ്മിച്ച ബ്രിക്സാണ്. ഞാനത് കാണിക്കാൻ കാരണം ഇപ്പോൾ അമ്മ ഇരിക്കണ അത്രയും സ്ഥലത്ത് കഴിഞ്ഞ ആഴ്ചയിലെ മഴയിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ സൈഡിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇത്രയും കാലം വെള്ളം കയറിയിട്ടും അത് ആ ബിൽഡിങ് നിൽക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അന്നത്തെ ഒരു മെറ്റീരിയലിൻ്റെ ഇപ്പോൾ ഈ കാണിക്കണ ബ്രിക്സിലാണ് ചെയ്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്നോ പൊളിഞ്ഞ് പോയിട്ടുണ്ടായിരിക്കും. ഒരുപാട് വർഷം മുന്നത്തെ വീടാണത്. ഇതാണ് നമ്മളെ കോട്ടയം കുറുവിലങ്ങാടുള്ള ചെറിയൊരു ഹോം സ്റ്റേ ആണിത്. 400 സ്ക്വയർ ഫീറ്റ് അല്ലേ? 400 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഹോം സ്റ്റേ ആണിത്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ? അവിടുന്ന് ആ സാധനങ്ങളൊക്കെ കയറ്റി ഇവിടെ എത്തി. ഇനി ഇതിൻ്റെ മെയിൻ സ്ലാബിൻ്റെ വർക്ക് തുടങ്ങണം. അപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞാലാണ് അങ്ങനെ ഓരോ സൈറ്റിലേക്കായിട്ട് മാറണത്. ഇതിപ്പോൾ അപ്പോൾ എല്ലാവരും വിചാരിച്ചു, ഇപ്പോൾ ഒരു ചേച്ചി കമൻ്റ് ഇട്ട് ചോദിച്ചില്ലേ നിന്നോട് ഇനി വരാൻ പോണത് ആലപ്പുഴയ്ക്കാണോ എന്ന്. ആലപ്പുഴയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി അവിടെ ഇതേപോലെ ചുമര് വെച്ച് കഴിഞ്ഞതാട്ടോ. കാരണം നമ്മൾ ചുമര് വെക്കണത് ഒരു ടീമും മെയിൻ സ്ലാബ് ചെയ്യണത് വേറെ ടീമാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളൊരു കുളി പാസ്സാക്കാൻ പോവുകയാണ്. എന്തായാലും അമ്മൂനെ കെട്ടിയിട്ടിട്ട് കുളിക്കേണ്ടി വരും. കാരണം നല്ല ഒലിവുണ്ട്. ഏകദേശം എൻ്റെ ഹൈറ്റിന് വെള്ളമുണ്ട്. വിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് ഒലിച്ച് പോയിക്കോളും. പിന്നെ കോട്ടയത്തെ ഈ തോട് ഏത് കടലിലെ ചെന്ന് അവസാനിക്കുക എന്നൊന്നും അറിയില്ല. എന്തായി കഴിഞ്ഞാലും നല്ല സുഖമായിട്ട് നല്ല അടിപൊളിയൊരു കുളിയൊക്കെ പാസ്സാക്കി ഈ ടിപ്പറിൽ കുത്തി കുലുങ്ങി. ഇതെങ്ങനെ ഉണ്ടായിരുന്നു ടിപ്പറിലുള്ള യാത്ര? ടിപ്പറിലുള്ളത് ഞാൻ എൻജോയ് ചെയ്തു. പിന്നെ തിരിച്ചു പോയത് ഞങ്ങൾ ബസ്സിലാണ്. അപ്പോൾ അതും എനിക്കിഷ്ടമാണ്. ബസ് യാത്ര അതും ഇഷ്ടമാണ്. കാറാകുമ്പോൾ അതൊന്നും നമ്മളെപ്പോഴും ബസ്സിലൊന്നും പോവാറില്ല. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമ്മൾ വീട്ടിൽ വണ്ടി ഇട്ടിട്ട് നമ്മൾ ടിപ്പർ കൊണ്ട് വന്നു. അതിവിടെ കോട്ടയം വരെ വന്ന് പിന്നെ തിരിച്ച് വണ്ടി അങ്കമാലിയിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് ഞങ്ങൾ ബസ്സിനാണ് പോയത്. എല്ലാ വീഡിയോയും പാടെ കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഞങ്ങളെ വീഡിയോ തന്നെ ഡെയിലി കണ്ടൻറ്റ് ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്കില്ല. ഇതിന് സമയമില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതായത് ഇത് എഡിറ്റ് ചെയ്യാനോ ഇതിൽ ഇടാനോ എന്നുള്ള സമയമില്ലാത്തൊരു കുഴപ്പമേ ഉള്ളൂ. ഇനിയിപ്പം നിങ്ങൾ ആ കണ്ട രീതിയിലല്ലാണ്ട് നമ്മൾ താമസിക്കാറുണ്ട്. ഞങ്ങൾ സാധാരണ എല്ലാ സ്ഥലങ്ങളിലും വരുമ്പോൾ 1 ദിവസം 2 ദിവസമൊക്കെ
ഒറ്റ സ്റ്റേ എന്നുള്ള വെച്ചാൽ നമ്മൾ അതാത് സ്ഥലങ്ങളിൽ ഹോട്ടലിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാറ്. കോട്ടയം വരുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം താമസിക്കാൻ അർക്കേഡിയയിലാണ്. സൂപ്പർ ഹോട്ടലാണ്. പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേർ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേറെ ചെറിയ ഏത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടലിൽ നിൽക്കാനും അവർ സമ്മതിക്കില്ല. അവർക്ക് എന്തായി കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. കാരണം മെയിൻ ഇവിടെ പൂളുണ്ട്. പിന്നെ അത് മാത്രമല്ല കോട്ടയം ടൗണിൽ ഒരു 10-12 നില അല്ലേ, നല്ല ഹൈറ്റിൽ അടിപൊളി വ്യൂ, പിന്നെ ഏറ്റവും മുകളിലാണ് പൂളുള്ളത്. അതൊക്കെ കാരണം കൊണ്ട് പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഒരു ഹോട്ടലിൽ വന്നാൽ സ്റ്റേ ചെയ്യാനാണ്. ഇതിൻ്റെ തന്നെ വീഡിയോസ് നമ്മളെ ഫോൺ അടിച്ചു മാറ്റിയിട്ട് അവർ ഇടയ്ക്ക് നോക്കുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കും ഞങ്ങളെ കൂട്ടാതെ അർക്കേഡിയയിൽ പോയി താമസിച്ചില്ലെന്ന് ചോദിക്കും. പിന്നെ നല്ല ക്ലീനും നല്ല വൃത്തി അടിപൊളിയായിട്ടുള്ളൊരു ഹോട്ടലാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇപ്പോൾ ഒരു ഹോട്ടലിൽ താമസിക്കുമ്പോൾ ആകെ ഒരു 1 ഡേ ഒരു നൈറ്റ് ഉറങ്ങാനും ഏറ്റവും കൂടുതൽ ക്ലീൻ വേണ്ടത് ടോയ്ലറ്റുമാണ്. അത് രണ്ടും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മെയിനായിട്ട് അത് മാത്രമേ നോക്കാറുള്ളൂ. അപ്പോൾ ഇത് രണ്ടിലാട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ ടിപ്പർ കൊണ്ട് വരുമ്പോഴും ഒരു ദിവസമുള്ള അടിച്ചറയിൽ കിടന്നിട്ട് അടുത്ത ദിവസം ഫസ്റ്റ് ദിവസം വന്നപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദിവസവും അങ്ങനെ ഞങ്ങൾ താമസിക്കുന്നത് കംപ്ലീറ്റ് വീഡിയോ ഇടാനാണെന്നുണ്ടെങ്കിൽ അമ്മൂൻ്റെ ചാനലിൽ ദിവസം ഇട്ടോളം പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് കുറച്ച് ഞാൻ ഷൂട്ട് ചെയ്യാൻ പലതും മറന്നു പോകും. ആ വൈബിലോട്ട് എത്തണേ ഉള്ളൂ. എപ്പോഴും ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്യണം, അതൊന്നും ഞാൻ മറന്നു പോകും എപ്പോഴും. എല്ലാ ആൾക്കാരും വിചാരിക്കും നമ്മൾ സത്യം പറഞ്ഞാൽ ഇതല്ലല്ലോ നമ്മളെ പണി പറഞ്ഞാൽ ഇതല്ല. നമ്മളെ പണി കൺസ്ട്രക്ഷനാണ്. ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യണത് അതാണ്. പിന്നെ ആ ഗ്യാപ്പ് സമയത്ത് നമ്മൾ എടുക്കണ വീഡിയോസാണ് എടുത്തിട്ടുള്ളത്. നേരെ മറിച്ചിട്ട് ചില വീഡിയോയ്ക്ക് ഞങ്ങൾ നല്ല എഫേർട്ട് എടുക്കാറുണ്ട് കേട്ടോ. അതായത് 2 ദിവസത്തെ ഉറക്കം ഒഴിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പള്ളിക്കത്തോടത്ത് ഹൗസ് ഫാമിങ്ങിൻ്റെ വീഡിയോ അടിച്ചത്. അപ്പോൾ ആൾക്കാർ വിചാരിക്കും എന്തിനാണ് ഇപ്പോൾ ഈ 2 ദിവസമൊക്കെ ഉറക്കൊഴിക്കണത്. അതിൻ്റെ കാരണം പറഞ്ഞു തരാം. ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഞങ്ങൾ പള്ളിക്കത്തോട് ടിപ്പർ കൊണ്ട് പോയി അവിടെ ഒരുപാട് വർക്കേഴ്സ്, നമ്മളെ വർക്കേഴ്സും പിന്നെ സാറിൻ്റെ വർക്കർമാരും അവിടെ പന്തലിടുന്ന ആൾക്കാരൊക്കെ ആയിട്ട് ഏകദേശം ഒരു 10-30 പേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഇപ്പം ഇന്ന് നിങ്ങൾ കണ്ട പോലത്തെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് എന്തായാലും പറ്റില്ല. അതിൻ്റെ മുന്നേ പറ്റില്ല. കാരണം നമുക്ക് ആ വീട് ഒരു ഫൈനൽ ഫിനിഷായി എല്ലാം ക്ലീനായി കിടക്കുമ്പോഴല്ലേ നല്ലൊരു വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി ഒരു 5 മണിയായി അവിടെ എത്തി ഒരു ജസ്റ്റ് ഒരു ഉറങ്ങി ഒരു 10-11 മണിക്ക് നീച്ച് അതേപോലെ ഒരു 6 മണിയാകുമ്പോൾ തിരിച്ച് ഇങ്ങോട്ടും പോന്നു. ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് സൈറ്റിലെല്ലാം കയറി, സൈറ്റിൽ മീൻസ് ഞങ്ങൾ വരുന്ന വഴിക്കുള്ള ഞങ്ങളെ സൈറ്റിലൊക്കെ കയറിയിട്ട് ഞങ്ങൾ കോട്ടയം പള്ളിക്കത്തോടെ എത്തിയപ്പോൾ പുലർച്ചെ 4 മണിയാണ്. ആ 4 മണിക്ക് ആൻറ്റീനെയും അങ്കിളിനെയും അവരവിടെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് 4-5 മണിക്ക് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് 7:30 വരെ, അതായത് ആ ഒരു ഇപ്പം ഇന്ന് നിങ്ങൾ കണ്ട ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഈ ഒരു 2 ദിവസം ഞാൻ ഉറക്കമൊഴിച്ചിട്ടുണ്ട്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഹൗസ് വാമിങ് കഴിഞ്ഞു. ഇപ്പോൾ ഹൗസ് വാമിങ്ങിൻ്റെ ശേഷം ഫുൾ തിരക്കായിരുന്നു വീട്ടിൽ. ഇപ്പോൾ ഓൾറെഡി ഇനി അവർ താമസിക്കാനായി. അപ്പോൾ ക്ലീനിങ് കാര്യങ്ങളൊക്കെ അതായത് നമ്മൾ ആ ഫുൾ ക്ലീനായിട്ട് കിട്ടുന്ന ഒരു വീഡിയോ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് എടുത്താൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ 2-3 ദിവസം എന്തായാലും കഴിയും. കാരണം 11 മണിക്കായിരുന്നു ഫംഗ്ഷൻ. ശരിക്കും നമുക്ക് വീട്ടിൽ നിന്ന് രാവിലെ പോന്നു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ പോന്നാൽ മതി. പക്ഷേ ഞങ്ങൾ ആ ഫംഗ്ഷൻ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരുപാട് ആൾക്കാർ ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമില്ലാണ്ട് നിങ്ങളൊരു ഫുൾ ഫിനിഷ് ചെയ്ത വീടിൻ്റെ ഒരു വീഡിയോ എന്താ കാണിക്കാത്ത അത് ആൾക്കാർ കയറുന്നതിൻ്റെ മുന്നേ എടുക്കണം എന്നുള്ളൊരു വാശിക്കാണ്. കാരണം അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരിത് കിട്ടില്ല. അപ്പോൾ പിന്നെ ഫംഗ്ഷൻ്റെ വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതേപോലെ ഇനി സാറിൻ്റെയും ആൻറ്റിയുടെയും മോൻ്റെയൊക്കെ പടം കൂടിയിട്ടുള്ളൊരു വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യും. പക്ഷേ ആ ഒരു നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ് ഇത്രയും എഫേർട്ട്. അതായത് ആൾക്കാർക്ക് ഇത് പറയുമ്പോൾ എത്ര എഫേർട്ട് എന്ന് പറഞ്ഞത് കോട്ടയം അതെവിടെയാണ് പള്ളിക്കത്തോട്, ഞങ്ങളുള്ളത് മലപ്പുറം പെരിന്തൽമണ്ണ. ഞങ്ങളെ സൈറ്റുകളാണെങ്കിൽ അതിലും ഒരുപാട് ദൂരത്താണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഫംഗ്ഷനെല്ലാം കഴിഞ്ഞു. ഇപ്പോഴും ഞങ്ങൾ ഇവിടെയാണ് ഉള്ളത്. ഇപ്പോൾ രാത്രി ഇവിടെ ഇരുന്നിട്ടാണ് ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യൂ ആണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ ഒരു വ്യൂ കോട്ടയത്ത് വേറെ ഏത് ഹോട്ടലിൽ താമസിച്ചാലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അർക്കേഡിയ വരുന്നത് കോട്ടയം KSRTC സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ, അതായത് ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് ഉള്ളതും കോട്ടയത്താണ്. അത് കഴിഞ്ഞതും ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ കോട്ടയത്താണ്. അതേപോലെ ഇപ്പോൾ തിരുവനന്തപുരത്തും പത്തനംതിട്ടയൊക്കെ വർക്കാകുമ്പോഴും നമ്മൾ മിഡിൽ ഒരു ഏരിയ എന്നുള്ള രീതിയിൽ നമ്മൾ കോട്ടയത്താണ് ഏറ്റവും കൂടുതൽ സ്റ്റേ ചെയ്യാറ്. എല്ലാവർക്കും ഇതേപോലത്തെ വീഡിയോസ് ഇഷ്ടമാണോ എന്നറിയില്ല. ഇഷ്ടമായവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതേപോലെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.